പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാര്യങ്ങൾ ഇപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്ന് വിചാരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. ഇതേ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ ഇഷയും അതുപോലെ തന്നെ അഭിഷേകും. കേസുമായി ഇനി മുന്നോട്ട് പോകാനില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയതിനെ തുടർന്ന് ആകെ തകർന്നു പോയിരിക്കുകയാണ് അഭിഷേക്. അതെന്താ പെട്ടെന്ന് ഇങ്ങനെയൊരു തീരുമാനം? എല്ലാത്തിനും കൂടെ നിന്നതല്ലേ? മാത്രവുമല്ല, അവൻ അകത്താകും എന്നുള്ളതിൻ്റെ എല്ലാ സൂചനയുമുണ്ട്. അതുകൊണ്ട് ഇനി എന്തിനാണ് പേടിക്കേണ്ടത്? കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയല്ലേ വേണ്ടത്? ഇല്ല അഭിഷേകേട്ടാ, കാര്യങ്ങൾ ഇനി അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. വീട്ടിൽ നിന്ന് നല്ല പ്രഷറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കാര്യങ്ങൾ ഇപ്പോൾ നേരിട്ട് വന്ന് പറയുന്നത്. ഒരിക്കലും ഞാൻ ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ കേസുമായി ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. അതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. ശരി ചേട്ടാ, ഞാൻ പോവുകയാ. അല്ല നിക്ക് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ അഭിഷേക്. രാഹുലിനെ ഒഴിവാക്കി കൊടുക്കാനുള്ള ഏറ്റവും വലിയ സമയമാണ് ഇപ്പോൾ കൈമോശം വന്നിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യും? ആ ഒരു ചോദ്യം മാത്രമാണ് ബാക്കിയാകുന്നത്. ഒരിക്കലും ഇങ്ങനെയൊരു കാര്യം പ്രതീക്ഷിച്ചതല്ല. അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഒരിക്കലും ഇങ്ങനെയൊരു കാര്യം ഇഷയോട് തൽക്കാലത്തേക്ക് പറയാൻ സാധിക്കുകയില്ല. അവളാണെങ്കിൽ ആ രാഹുൽ എന്ന ബാധ്യത ഒഴിവാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് കാര്യങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യും? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. ദൈവമേ, കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ഭയപ്പെട്ടിരിക്കുകയാണ് അവർ. ഇതേ തുടർന്ന് പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിക്കുകയാണ്. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല ഇഷ. ഇഷയെ ഞെട്ടിച്ചുകൊണ്ട് പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കി മുന്നിലേക്ക് വരികയാണ് രാഹുൽ. നീനയെ ചെന്ന് കാണുന്ന രാഹുൽ സ്വത്തുക്കളെല്ലാം കിട്ടിക്കഴിഞ്ഞു. പക്ഷേ കാര്യങ്ങൾ ഇനി നമ്മൾ വിചാരിച്ചതുപോലെ മുന്നിലേക്ക് കൊണ്ടുപോകണം. അതിനു വേണ്ടിയുള്ള നീക്കമാണ് വേണ്ടത്. ആ ഇഷ നമ്മളെ എല്ലാവരെയും നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് അപമാനിച്ചതാണ്. അതിനുള്ള തിരിച്ചടി കൊടുത്തേ മതിയാകൂ. അതിനുവേണ്ടി ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ ആലോചിച്ച് കണ്ടുപിടിച്ചു കഴിഞ്ഞു. നീന, നീ എൻ്റെ കൂടെ നിൽക്കില്ലേ? ഞാനുണ്ടാകും രാഹുൽ. എന്തൊക്കെ സംഭവിച്ചാലും നിന്റെ കൂടെ ഇനി ഞാനുണ്ടാകും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പ്രശ്നങ്ങൾ എന്തുണ്ടായാലും നമുക്ക് പരിഹരിക്കാം. അതുകൊണ്ട് തന്നെ ഇനി ഇഷയെ നമ്മൾ മുട്ടുകുത്തിക്കണം. അതെ, അവൾക്ക് തിരിച്ചടി കൊടുത്തേ മതിയാകൂ. ഇതേ തുടർന്നാണ് അവിടേക്ക് കടന്നു വരുന്ന രാഹുൽ ഇഷയെ കാണുന്നത്. ഇഷയോട് അപ്പോൾ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണോ ഇവിടെ ഇരിക്കുന്നത്? ഇതോടെ ആകെ ഞെട്ടിപ്പോവുകയാണ് ഇഷ. എന്താണ്? എന്ത് കാര്യം? ഓ, അപ്പൊ ഒന്നും അറിഞ്ഞില്ലേ? എന്നെ കൊടുക്കാന്ന് വിചാരിച്ച നിങ്ങളുടെ പദ്ധതിയില്ലേ, അത് പാളിപ്പോയിരിക്കുന്നു. ആ പെൺകുട്ടി എനിക്ക് എതിരെ കൊടുത്ത കേസ് പിൻവലിച്ചു. അതുകൊണ്ട് തന്നെ എനിക്കെതിരെ ഇനി ഒരു പരാതിയുമില്ല. മനസ്സിലായോ? ഇതോടെ ഇഷയാകെ പകച്ചു പോയിരിക്കുകയാണ്. ഇങ്ങനെ സംഭവിക്കുമെന്ന് ഒരിക്കലും ഇഷ പ്രതീക്ഷിച്ചതല്ല. അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യുമെന്ന് ഇഷ ആലോചിക്കുകയും ചെയ്തുകൊണ്ടാണ് മുന്നിലേക്ക് പോകുന്നത്. ഇതോടെ ഇഷയോട് ഇനി കാര്യങ്ങൾ ഞാനാണ് തീരുമാനിക്കുക. ഞാൻ പറയുന്നത് പോലെ കേട്ടാൽ നിനക്ക് ഇവിടെ തുടരാം. ഇല്ലെങ്കിൽ കാര്യങ്ങൾ ഇനി എങ്ങനെ കൊണ്ടുപോകണമെന്ന് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ പ്ലാനിങ്ങുകൾ ഞാൻ ഇനി മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ്.
നമുക്ക് കാണാം എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് പോകുന്നത് എന്ന്. ഇതോടെ ഇഷയാകെ ഞെട്ടിപ്പോകുന്നു. അഭിഷേകിനെ ഫോൺ ചെയ്ത് അഭിഷേകിനോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അറിഞ്ഞത് സത്യം തന്നെയാണ്. പക്ഷേ ഞാൻ മറ്റെന്തെങ്കിലും വഴി ഉടൻ തന്നെ കണ്ടെത്തും. ഇഷ, ധൈര്യമായിരിക്കൂ. രാഹുലിനെ നമ്മൾ പൂട്ടുക തന്നെ ചെയ്യും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷേ ഇഷയാകെ മാനസികമായി തകർന്ന് പോയി തുടങ്ങിയിരിക്കുകയാണ്. ഇതിനിടയിൽ ദേവബാല പുതിയ ചതിയുമായി മുന്നിലേക്ക് കടന്ന് വരികയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.